അങ്ങനെ നമ്മൾ ബബ്ബബ എന്നുള്ള സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും വെക്കാതെയാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത്. എന്നിരുന്നാലും നമുക്ക് മിക്സഡ് ഒരു പ്ലേറ്റർ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയ ഒരു ഫീലാണ് നമുക്ക് പടം കണ്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയാം. എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ബബ്ബബയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പടം വിജയിക്കുമോ അതോ പൊട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ, ഈ പടം ഒരിക്കലും പൊട്ടിപ്പോവില്ല. ഈ പടം എന്തായാലും ഓടും. ഒരു 50 കോടിക്ക് മുകളിൽ എന്തായാലും കളക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ധനഞ്ജയ് ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ടർ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പണി അറിയാവുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറായിട്ട് തന്നെയാണ് ഈ ഫിലിം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതെഴുതിയ അതിലും വലിയ നമുക്കൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് ഫാഹിം സഫർ, അതുപോലെ തന്നെ നൂറിൻ ഷെരീഫിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ കുട്ടി ഇവർ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഭാഗം സ്റ്റോറി എന്നുള്ളത് അതൊരു ലോജിക്ക് ഇല്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ അവർ കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കഥയിൽ ചോദ്യമില്ല. ഇതൊരു ലോജിക്കില്ലാത്ത സിനിമയാണെന്നുള്ളത് അവർ തന്നെ അതിൽ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കൈയടിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകളുടെ എല്ലാ റെഫറൻസും മിക്ക പടങ്ങളുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മോഹൻലാലിൻ്റെ, ലാലേട്ടൻ്റെ മിക്ക പടങ്ങളുടെയും റെഫറൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറിങ് എന്ന് പറയുമ്പോൾ ദിലീപ്, വിനീത് ശ്രീനിവാസിൻ്റെ വെറൈറ്റി ഒരു റോളാണ്. അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു കോമഡിയും കിട്ടണം, അതുപോലെ അതിൽ നമുക്ക് ആളുകൾക്ക് കൺവേ ആവുകയും ചെയ്യണം. ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് വിനീത് ശ്രീനിവാസിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, എല്ലാം ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അവരുടെ ക്യാരക്ടറുമായി ടച്ചുള്ള എല്ലാ സംഭവവും. അതുപോലെ തന്നെ നമ്മുടെ ദേവ്ജി അതൊക്കെ നല്ല കിട്ടിലൻ നല്ല കഥാപാത്രം. ഇതൊന്നും സ്പോയിലർ പറയാത്തത് കൊണ്ടാണ് കണ്ടറിയേണ്ടതാണ്. ആരും പറയാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അവിടെ പോയി കാണുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് നിന്ന് കിട്ടുന്നു. അപ്പോൾ പടം ഒരിക്കലും ഒരു വറുത്തല്ലാത്ത പടമല്ല, നല്ല വറുത്താണ്. നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിന് 100% വർത്തായിട്ടുള്ള സിനിമയാണ് ഇത്. ആർക്കെങ്കിലും വേണ്ടിയിട്ടുള്ള പ്രൊമോഷനൊന്നുമല്ല. നമ്മൾ കണ്ട് പേഴ്സണലായിട്ട് നമ്മൾ ഫാമിലിയായി പോയി കണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ആർക്കും എതിരെ അഭിപ്രായമില്ല. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തിയേറ്ററിൽ ആളില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. തിയേറ്റർ ഹൗസ് ഫുള്ളായിരുന്നു. ഓരോ സീനിനും കയ്യടിയായിരുന്നു. അതാണ് ഓരോ സിനിമ. നമ്മൾ ആരെങ്കിലും കുറച്ചാൾക്കാർ മാത്രമല്ല കൈയടിക്കുന്നത്, എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. ഇതിൽ ഓരോ കാമിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും നന്നായി ആക്ട് ചെയ്യുന്നവരും ലെജൻഡുകളാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം, മോഹൻലാലിൻ്റെ ഒരു രക്ഷയില്ല. ഭയങ്കര സൂപ്പറായിട്ടും നല്ല അടിപൊളിയായി മോഹൻലാലിനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളും, ആക്ഷനാണെന്നുണ്ടെങ്കിലും കോമഡി ആണെങ്കിലും, എന്താ മോനെ അതിൻ്റെ പോലെ എന്താ കുട്ട എന്നുള്ള തരത്തിലുള്ള സംസാരം, എല്ലാം നല്ല എൻജോയ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് അപഗ്രഥിക്കാൻ പോയി കഴിഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല ഈ സിനിമയിൽ. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയി നമ്മളൊന്ന് എൻജോയ് ചെയ്ത് സന്തോഷത്തിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ സിനിമ അതിനുള്ള സിനിമയാണ്. പിന്നെ ഒരുപാട് ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം, ഇതിലിപ്പോൾ പൊളിറ്റിക്കൽ ഡ്രാമയുണ്ട്, അത് കോമഡി, ആക്ഷൻ എല്ലാം ഉണ്ട്. ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദിലീപ് ഒരുപാട് പേർക്ക് ഒരു ഇൻഡയറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ അവരോട് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്തും. അപ്പോൾ അത് വേറെ കാര്യം. പക്ഷെ ഈ ക്യാരക്ടർ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള, ഈ ക്യാരക്ടർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല അഭിനയിച്ച് ഫലിപ്പിക്കാനും എല്ലാ തരത്തിലും ദിലീപിന് പറ്റിയിട്ടുണ്ട്. മോഹൻലാൽ, ദിലീപ് എല്ലാവരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ വേറെ കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലോകയിലുണ്ടായിരുന്ന സാൻഡി, അയാൾ ഇതിലൊരു പോലീസ് വേഷം ചെയ്യുന്നുണ്ട്. അയാൾ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ഇയാളൊക്കെ കൊള്ളാലോ എന്നുള്ള. അതുപോലെ ചൂരലിലുള്ള അതിലൊരു ആക്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അയാൾ ചൂരൽ എന്നുള്ള യൂട്യൂബ് ചാനലിലെല്ലാം വന്ന് ഫേമസ് ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ പ്രേമലു സിനിമയിലുണ്ട്. അയാൾ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ദേവ്ജി കിടിലൻ കോമഡി. ആരും ഇതൊന്നും കണ്ട് ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ
ഒരുപാട് നല്ല തരത്തിലുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇതൊരു അഴിഞ്ഞാട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. ഇതിൽ ദിലീപിൻ്റെ ഒരു അഴിഞ്ഞാട്ടാണ്, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും വളരെ മികച്ച രീതിയിൽ, കുട്ടികൾ മുതൽ വലിയവർ വരെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇതിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കുറച്ച് സീനേ ഉള്ളതെങ്കിൽ നമ്മുടെ റിയാസ് ഖാൻ വന്നിട്ട് അവിടെ കത്തിച്ച് പോയി എന്ന് പറയാം. അത്ര നന്നായിട്ട് റിയാസ് ഖാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ സീനുകളും നമുക്ക് അത്രയും എൻ്റർടൈൻമെൻറ്റാണ്. നമുക്കൊരു ലാഗ് തോന്നുന്നില്ല, നമുക്ക് അയ്യേ ഇതെന്താ ഇങ്ങനെയും തോന്നില്ല, അങ്ങനത്തെ ഒരു എലമെൻറ്റും ഇല്ല. എല്ലാം എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ. സ്റ്റോറി, റിയലിസ്റ്റിക് സ്റ്റോറി അല്ലെങ്കിൽ സ്വർഗം അങ്ങനത്തെ സംഭവങ്ങളും ഇതിനകത്തില്ല. ഇതിനകത്ത് വെറും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സോങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും, മ്യൂസിക് ഷാൻ റഹ്മാൻ ചെയ്തിട്ടുള്ളത്, ഗോപി സുന്ദർ സ്കോർ ചെയ്തിട്ടുണ്ട്, ഷാൻ റഹ്മാൻ ഇതിൽ മ്യൂസിക് സോങ്സ് ചെയ്തിട്ടുണ്ട്, ഗോപി സുന്ദർ സ്കോർ, എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപാലൻ ചേട്ടൻ, അദ്ദേഹം ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആളെ കൊണ്ട് പറ്റുന്നത് പോലെ ആൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ആൾക്ക് കുറച്ചധികം റോളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ബർദൻ, പിന്നെ ആളൊന്നും പറയേണ്ട ആവശ്യമില്ല, ആളുടെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററിൻ്റെ അടിയിലൊരു കമൻ്റ് ഇട്ടു. അപ്പോൾ ആ കമൻറ്റ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, ആൾക്ക് ദണ്ണം ഉണ്ടായില്ലേ. അപ്പോൾ ആ ദണ്ണത്തിൻ്റെ കമൻ്റ് ഇട്ടത് നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഓവറോൾ പടം നല്ല കിടിലൻ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. തിയേറ്ററിൽ കണ്ടാലും വേണ്ടില്ല, OTT വന്നാലും കണ്ടില്ല, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്. ഇത് പടത്തിൻ്റെ മാത്രം റിവ്യൂ ആണ്. ഒരാൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടു, നമുക്കിഷ്ടമായി. നമ്മൾ കണ്ടു, നമുക്കിഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. ഇതിൽ എന്തായാലും 100% ഒരു സിനിമ എൻ്റർടൈനർ എന്നുള്ള തരത്തിൽ നീതി പുലർത്തിയിട്ടുണ്ട്. കൊടുത്ത പൈസക്ക് ഒരിക്കലും നമുക്ക് നഷ്ടം ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും പോയി കാണുക. കണ്ടവർ ഇതിൻ്റെ അഭിപ്രായമുണ്ട്. ഓക്കെ.